കാസർഗോഡ് മഴയേക്കാൾ കൂടുതൽ ദുരിതമുണ്ടാകുന്നത് തീരദേശ മേഖലകളിലാണ്. കടൽക്ഷോഭം ആണ് അവിടെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. റോഡുകൾ ഉൾപ്പെടെ കടലെടുക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. പക്ഷേ ഇന്ന് മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ കാസർഗോഡും ഉൾപ്പെടുന്നുണ്ട്. KV ബൈജു ചേരും. ബൈജു, എന്താണ് കാസർഗോട്ടെ സാഹചര്യം? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ തീരപ്രദേശങ്ങളിലാണ് വലിയ തോതിൽ ഈ ഒരു കാലവർഷക്കെടുതി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിൽ 80 കിലോമീറ്ററോളം തീരപ്രദേശം പങ്കിടുന്നതാണ്. ഇതിൽ 40 കിലോമീറ്ററിലും ഈ കടൽ ഭിത്തി ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനം. പലയിടങ്ങളിലും റോഡുകൾ ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീടുകൾ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാവുകോളിയൊക്കെ 250 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് പൂർണ്ണമായും കടലെടുത്തിരിക്കുന്നത്. അങ്ങനെ മുസോഡി, ശാരദാനഗർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കടലാക്രമണമാണ്. കാസർഗോഡ് ജില്ലയിൽ വരും ദിവസങ്ങളിലും കടലാക്രമണം രൂക്ഷമായിരിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനമുള്ളത്. എന്തായാലും മലയോര മേഖലകളിൽ ഇത്തവണ അല്പം ആശ്വാസമുണ്ട്. ആകെ 1-2 ദിവസം മാത്രമാണ് ഈ കൊടക് മേഖലകളിൽ വലിയ തോതിൽ ഉൾവരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. അതിനുശേഷം വലിയ തോതിലുള്ളൊരു മഴ ഈ മലയോര മേഖലകളിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അത് വലിയ ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഒരു 2-3 ദിവസം മാത്രമാണ് ജില്ലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർണാടകയിൽ മഴ പെയ്താൽ അത് കാസർഗോഡ് ജില്ലയിൽ വലിയ തോതിൽ ബാധിക്കും. കാരണം പുഴകളിലെല്ലാം വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇത്തവണ 1-2 ദിവസം കൊണ്ട് തന്നെ ഇതിനൊരു ആശ്വാസം ഉണ്ടായി എന്ന് പറയണം. തേജസ്വിനി പുഴയൊക്കെ വലിയ തോതിൽ കഴിഞ്ഞ ദിവസം കരകവിഞ്ഞൊഴുകിയിരുന്നു. അവിടെ നിന്നുള്ള മുഴുവൻ കുടുംബങ്ങളെയും മാറ്റി താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ സ്ഥിതി മാറി. അങ്ങനെ വെള്ളക്കെട്ടെല്ലാം മാറിയിട്ടുണ്ട്. മഴ അങ്ങനെ വലിയൊരു മഴ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ തന്നെ കഴിഞ്ഞ വർഷം വലിയ തോതിൽ മഴ ദുരിതമുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത്രത്തോളം വലിയ മഴയില്ല. പക്ഷേ കടലാക്രമണമാണ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ വലിയ ദുരിതമുണ്ടാക്കുന്നത്. തീരപ്രദേശത്ത് നിന്നും ഏകദേശം ആളുകളെല്ലാം ബന്ധുവീടുകളിലേക്ക് മാറി താമസിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും വീടുകൾ കടലെടുക്കാൻ പാകത്തിൽ ഉണ്ട്. അതോടൊപ്പം നിരവധി വീടുകൾ ഇത്തവണ ഈ ഒരു കടലാക്രമണത്തിൽ കടലെടുത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർച്ചയായി നമ്മൾ ഓരോ പ്രദേശത്തെയും ഉപ്പളം മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള തീരപ്രദേശങ്ങളിലെ ദുരിതം നമ്മൾ ഓരോ പ്രദേശങ്ങളിലും നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇന്നും ഈ ഹാർബറിന്റെ ഒക്കെ വിഷയം നമ്മൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കടലിന്റെ മക്കൾ കാസർഗോഡ് ജില്ലയിൽ വലിയ ദുരിതത്തിലാണ്. അവരുടെ റോഡുകളെല്ലാം ഈ പലയിടങ്ങളിലും തകർന്നിട്ടുണ്ട്. അതോടൊപ്പം വീടുകളിൽ നിന്നും ഇത്തവണ കുറെ അധികം ദിവസം മാറി താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീടുകൾ കടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം നിരവധി വീടുകൾ ഇപ്പോൾ കടലാക്രമണ ഭീഷണിയിലുമാണ്. ഏതായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ ദിവസങ്ങളിൽ കാസർഗോഡ് ജില്ലയിൽ അവധിയാണ്. ഇന്നും അവധിയാണ്. അതായത് 7 ദിവസത്തോളമായി തുടർച്ചയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഇതിന് പ്രധാന കാരണം ദേശീയപാതയിലൊക്കെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നതൊക്കെ ഈ ഒരു സമയത്ത് ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുമ്പോൾ ഏത് സമയത്തും അത്തരത്തിൽ അപകടം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം പലയിടങ്ങളിലും ഈ മരങ്ങളൊക്കെ വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം അങ്ങനെ മുൻകരുതൽ എന്ന നിലയിൽ മഴയില്ലെങ്കിലും മഴ കുറവാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇന്നും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അങ്ങനെ മഴ വലിയ തോതിൽ മഴ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ഉണ്ടായാൽ അത് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ വെള്ളക്കെട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അഭിലാഷ്, ഇതാണിപ്പോൾ കാസർഗോട്ടെ സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.